അസ്സലാമു അലൈക്കും. ഞാൻ ഇബ്രാഹിം ബന്ദിയോട്. പരിശുദ്ധ ഖുർആനിൽ എത്ര പദങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് എണ്ണം നോക്കാൻ വളരെ പ്രയാസമാണല്ലോ. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഖുർആൻ ഉൾക്കൊള്ളിച്ചപ്പോൾ എളുപ്പത്തിൽ ഓരോ പദങ്ങളും എണ്ണപ്പെടാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ചില പദങ്ങളുടെ എണ്ണങ്ങൾ നോക്കിയപ്പോഴാണ് ഒരത്ഭുതം കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്, കേൾക്കുക. ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന ദുനിയ, മലയാളത്തിൽ പറഞ്ഞാൽ ഇഹലോകം, ഇത് ഖുർആനിൽ 115 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ 115 തവണയാണ് ആഖിറ, അതായത് പരലോകം എന്ന വാക്കും ഉപയോഗിച്ചിട്ടുള്ളത്. മലായിക്ക അഥവാ മാലാഖമാർ എന്ന വാക്ക് 88 തവണ ഖുർആനിൽ ഉപയോഗിച്ചപ്പോൾ ശൈത്താൻ അഥവാ പിശാചുകൾ എന്ന വാക്കും 88 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹയാത്ത് അഥവാ ജീവിതം, മൗത്ത് അഥവാ മരണം, ഇത് രണ്ടും 145 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൽക്കർമ്മം എന്ന പദവും ദുഷ്പ്രവർത്തി എന്ന പദവും 167 തവണ ഉപയോഗിച്ചു. വിശ്വാസം എന്ന പദവും അവിശ്വാസം എന്ന പദവും 17 തവണയാണ്. സ്വർഗം എന്ന പദവും നരകം എന്ന പദവും 77 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുരുഷൻ എന്ന പദവും സ്ത്രീ എന്ന പദവും 23 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 23-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡിയാണ്. കുൽ അഥവാ പറയുക, കാലു അഥവാ അവർ പറഞ്ഞു, ഇത് രണ്ടും 332. ഷഹർ അഥവാ മാസം എന്ന പദം 12 തവണ ഉപയോഗിച്ചു. യൗം അഥവാ ദിവസം എന്ന പദം 365 തവണ ഉപയോഗിച്ചിരിക്കുന്നു.